തിരുവനന്തപുരത്ത് CPIM BJP ആക്രമണ പരമ്പര ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. നഗരസഭാ കൗൺസിലറും CPIM നേതാവുമായ IP ബിനുവിന്റെ വീടിന് നേരെയായിരുന്നു ആദ്യം ആക്രമണമുണ്ടായത്. ബിനീഷ് കോടിയേരിയുടെ വീടിന് നേരെയും കല്ലേറുണ്ടായി. ഇതിന്റെ തുടർച്ചയെന്നോണം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒരു സംഘം ആളുകൾ തകർത്തു. കുമ്മനം രാജശേഖരന്റെ അടക്കം വാഹനങ്ങൾ നശിപ്പിച്ചു. തലസ്ഥാന നഗരിയിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളിൽ പരസ്പരം കുറ്റപ്പെടുത്തി CPIM BJP നേതാക്കൾ രംഗത്തു വന്നു. മെഡിക്കൽ കോളേജ് കുംഭകോണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ BJP RSS നേതൃത്വം ആസൂത്രണം ചെയ്ത ആക്രമണമാണ് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് RSS BJP നേതൃത്വം ആസൂത്രണം ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ അവരെ ഇന്ന് പ്രേരിപ്പിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് കുംഭകോണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ്. ഇന്ന് BJPയുടെ കേരളത്തിലെ മുഖം വികൃതമായിരിക്കുകയാണ്. രാജ്യവ്യാപകമായ അവരുടെ അഴിമതിയാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതി പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം എനിക്ക് 12-1 മണിക്കകത്താണെന്ന് തോന്നുന്നു. വീടിന് നേരെ തീവ്ര കല്ലെറിയുണ്ടായി. എന്നെപ്പോഴത്തേക്കും സൗണ്ട് കേട്ട് ഓടി വരുമ്പോഴത്തേക്കും നിറച്ച് ഒരു 4 ബൈക്കിലായിട്ട് ആളുകൾ നിന്ന് കല്ലെറിയുന്ന ഇതാണ് കണ്ടത്. അപ്പോൾ വെളിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും 8 പോസ്റ്റിൽ പോലീസും ഉണ്ട്. ഇവരാരും തന്നെ ഇവരെ പിടിച്ചുവിടാനോ ഒരു സമയം ഉണ്ടായിട്ടില്ല. വീട്ടിൽ 2 മക്കളുണ്ട്. അച്ഛൻ സുഖമില്ല കിടപ്പിലാണ്. അപ്പോൾ എല്ലാവരും ആകെ ഒരു ഭീകരാന്തരീക്ഷം, ആകെ നിലവിളിയും പേടിയും പോകുന്ന അവസ്ഥയിലേക്കാണ്. ഇത് നിരന്തരമായി ഇങ്ങനെ ആക്രമിച്ച് ഒതുക്കാനുള്ള തന്ത്രമാണ് BJPയുടെ. അതാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ തുടർച്ച ഇങ്ങനെ ഈ അക്രമ പരമ്പര അവർ അഴിച്ചുവിടുന്നത്. സാധാരണ ഞങ്ങളെല്ലാവരും ഒരു 5-6 മണിക്ക് എണീക്കുന്നതാണ്. അപ്പോൾ സമയം കേട്ട് ഒരു വലിയ സൗണ്ടോട് കൂടിയിട്ടുള്ളായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ വേറെ പുറത്തുനിന്ന് ആളും കണ്ടില്ല. പക്ഷേ പെട്ടെന്നുള്ളൊരു കല്ല് മെറ്റലുകളും ബീറൂപ്പികളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചില്ലുകൾ ഒരുപാട് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിലെ ഗ്ലാസ്സുകൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് കുറ്റക്കാരെ പ്രതികളെന്നും പറ്റി യാതൊരു സംശയമില്ല. വളരെ ഇതെല്ലാം CCTVയിൽ ഭാഗ്യത്തിന് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ്. പക്ഷെ ഒരു നടപടിയില്ല. എന്നിട്ട് ആരുടെയാണ് കോടിയേരിയുടെ വീട് ആക്രമിക്കും. ആരെങ്കിലും ബിനീഷിൻ്റെ ഇപ്പോൾ അവർ പറയുന്നത് കോടിയേരിയുടെയാണ്. അത് ഡൽഹിയിലിപ്പോൾ ഇദ്ദേഹത്തിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായില്ലേ, കള്ള ന്യൂസ് ഉണ്ടായില്ലേ? അതേമാതിരിയാണ് ഇവിടെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല. ഏതായാലും അങ്ങനെ കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു മറയാക്കിക്കൊണ്ട് ഒരു ആസൂത്രിതമായി വ്യാപകമായി സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയും വീടുകളും ഒക്കെ ഓഫീസുകളും ആക്രമിക്കുക എന്നുള്ള നിയമം കയ്യിലെടുത്ത് പോലീസ് ഞങ്ങളുടെ കൂടെയുണ്ട്. ആരും ചോദിക്കാനില്ല, മറ്റെല്ലാവരും ഉണ്ടാതിരിക്കും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവർ ചെയ്യണത്. അമീൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഒപ്പം റഹീഷ് റഷീദും തിരുവനന്തപുരത്ത് നിന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്. അമീൻ, എന്താണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം നഗരത്തിൽ സംഭവിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ ഇക്കാര്യത്തിലുള്ള ആരോപണം എന്താണ്? പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള നിഗമനം എന്താണ്? നിഷാദ, ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ഏതാണ്ട് ഒരു 10 മണിയോട് കൂടിയാണ് ഇന്നലത്തെ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്നലെ രാവിലെ കാട്ടാക്കടയിൽ തുടങ്ങിയ സംഘർഷമാണ് വൈകുന്നേരത്തോടു കൂടി തലസ്ഥാന നഗരിയിലേക്ക് വ്യാപിച്ചത്. വൈകുന്നേരം തിരുവനന്തപുരം ഐരാണിമുട്ടത്തുള്ള ഹോമിയോ കോളേജ് സ്ഥാപിച്ചിരുന്ന SFIയുടെയും DYFIയുടെയും കൊടിമരം നശിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് BJPയുടെ കൊടിമരം CPM പ്രവർത്തകരെ നശിപ്പിച്ചു. ഇതോടുകൂടിയാണ് സംഘർഷങ്ങൾ വ്യാപിച്ചത്. പ്രവർത്തകരെയും നേതാക്കളുടെയും അതുപോലെ തന്നെ നഗരസഭാ കൗൺസിലർമാരുടെയും വീടുകൾ തിരഞ്ഞു പിടിച്ചുള്ളൊരു ആക്രമണമാണ് തലസ്ഥാന നഗരത്തിൽ നടന്നത്. ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇരു വിഭാഗത്തു നിന്നും നടന്നതെന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഒരേ സമയത്താണ് ഇത്തരത്തിൽ പലരുടെയും വീടുകൾ കേന്ദ്രീകരിച്ച ആക്രമണം നടന്നത്. ഒരു 11-11 ആക്രമണങ്ങൾക്ക് നേരിയ തോതിലൊരു ശമനം വന്നെങ്കിലും വീണ്ടും 1 മണിയോടുകൂടി കുന്നുകുഴി വാർഡിലെ കൗൺസിലറായ IP ബിനുവിൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. വീടിൻ്റെ ജനൽ ചില്ലുകളും മറ്റും എറിഞ്ഞു തകർത്തു. ഇതിനുശേഷം BJP സംസ്ഥാന ഓഫീസിൽ നേരെയും ആക്രമണം നടന്നു. കുന്നുകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത്. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഓഫീസിലുണ്ടായിരുന്നു. ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അധ്യക്ഷൻ്റെ ഔദ്യോഗിക വാഹനമടക്കം എറിഞ്ഞു തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് 3:30 CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെയും ജനൽ ചില്ലുകളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ചില്ലുകളും എറിഞ്ഞു തകർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്.
വ്യാപകമായിട്ട് ഇത്തരത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും ആക്രമണം നടക്കുന്നൊരു സാഹചര്യം തന്നെയാണ് കാണാനായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഇരു കൂട്ടരും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായും അതുപോലെ തന്നെ പ്രാദേശിക കേന്ദ്രങ്ങളിലുമാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി. ഒപ്പം വൈകുന്നേരം പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. BJP-യും ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 10 മണിയോടുകൂടി കാര്യത്തിൽ BJP-യുടെ ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകും. അതറിയിച്ചുകൊണ്ടുള്ളൊരു വാർത്താ സമ്മേളനവും വരും. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പ്രകടമാകുന്നത് വാർഡ് കൗൺസിലർ കൂടി IP ബിനുവിന്റെയും അതുപോലെ തന്നെ SFI ജില്ലാ സെക്രട്ടറി പ്രതിൻസാജ് കൃഷ്ണയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ്. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെയും ഇവർ തിരിഞ്ഞു. തിരുവനന്തപുരത്ത് റഹീസ്, പോലീസ് അതിജാഗ്രതാ നിർദ്ദേശം നഗരത്തിൽ നൽകിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മെഡിക്കൽ കോളേജിൽ മുങ്ങി നിൽക്കുന്ന BJP ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ആസൂത്രിത ആക്രമണമാണ് ഇത് എന്നാണ്. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണമാണ് എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് പടരാൻ സാധ്യതയുള്ള ഒന്ന് ഇനിയും ഉണ്ടായേക്കാമെന്ന നിലയിലൊക്കെ പോലീസ് ഗൗരവത്തിൽ കാണുകയും അതിന് തക്ക മുന്നൊരുക്കം നടത്തുകയും ചെയ്യുന്നുണ്ടോ? നിഷാദ്, ഇത്തരത്തിലൊരു സംഘടനം CPM BJP നേതാക്കൾ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുമെന്ന കാര്യം പോലീസ് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പശ്ചാത്തലം MG കോളേജിൽ ABVP-യുടെ ശക്തി കേന്ദ്രമായ MG കോളേജിൽ SFI യൂണിറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംഘർഷങ്ങൾ SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും തമ്മിൽ ആദ്യമുണ്ടായി. അതിനുശേഷം അത് DYFI RSS പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം മാറിയിരുന്നു. ഇന്നലെ SFIയുടെ ശക്തി കേന്ദ്രമായ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ABVP ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പോലീസ് ഇടപെട്ട് അത് തടഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ചയായി തിരുവനന്തപുരത്ത് വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇന്നലെ ഐരാണിമുട്ടത്ത് SFIയുടെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത്. പോലീസ് ചില CPM-ന്റെയും DYFI SFIയുടെയും ജില്ലാ നേതാക്കളെ BJP നേതാക്കൾ ലക്ഷ്യമിടുന്നതായുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് 2 ദിവസം മുമ്പ് തന്നെ നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി നേതൃത്വത്തെയും ഇക്കാര്യം പോലീസ് അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം ഇപ്പോൾ IP ബിനു എന്ന് പറയുന്ന DYFIയുടെ കൗൺസിലർ അടക്കമുള്ള നേതാക്കൾക്കും SFI ജില്ലാ സെക്രട്ടറി പ്രതിൻസാജ് അടക്കമുള്ള നേതാക്കൾക്കും അവർ സ്വയം കരുതി ഇരിക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടി നേതൃത്വം അവർക്ക് നൽകിയതായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസ് വലിയ ജാഗ്രതയിലാണ്. 500ഓളം പോലീസുകാരെയാണ് തലസ്ഥാനത്തിന്റെ പല കേന്ദ്രങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം റേഞ്ച് IG മനോജ് എബ്രഹാമാണ്. അദ്ദേഹം നേരിട്ട് തന്നെ സുരക്ഷാ ചുമതലകൾ വഹിക്കുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്കും BJP ഓഫീസുകൾക്കും വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. AKG സെന്ററിനും മാരാർജി ഭവനും വലിയ പോലീസ് ബന്ദോബസ്ത് തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തലസ്ഥാനത്തെ സംഘർഷങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ മറ്റു ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് DGP താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്.